വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന യുവനടി ഫിലിം ചേംബർ അസോസിയേഷനും അമ്മയ്ക്കും ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ സഹപ്രവർത്തകനായ ഒരു നടന്റെ ഭാഗത്ത് നിന്ന് ലൈംഗികവും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പീഡനം തനിക്ക് നേരിട്ടിരിക്കുന്നു. നിരന്തരമായ ഈ നടന്റെ ഇത്തരം നടപടികൾ മൂലം ആ ഫിലിം സെറ്റ് തന്നെ ഒഴിവാക്കി താൻ അവിടുന്ന് അതിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ. അപ്പൊ ഈ ഒരു വിഷയത്തെ മുമ്പ് ഒരു ലൈംഗിക അതിക്രമ കേസ് നമ്മുടെ നാട്ടിൽ വളരെയധികം പാട്ടായ കാര്യമാണ്. ഈ രണ്ട് വിഷയങ്ങളെയും തമ്മിലൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഇടയ്ക്കുള്ള നീതിയിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന രണ്ട് തരത്തിലുള്ള നീതിയാണ് ഞാൻ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു യുവനടിയാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച അഭിനേത്രിയാണ്. അവർക്ക് അതേ ഫീൽഡിൽ നിന്നുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരം രീതിയിലുള്ള നടപടിക്രമങ്ങൾ വന്നപ്പോൾ സധൈര്യം വന്ന് അത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച ആ ഒരു ധൈര്യത്തെ പ്രാരംഭമായിട്ട് അഭിനന്ദിക്കട്ടെ. നടന്റെ പേരോ സിനിമയുടെ സെറ്റ് ഏതാണെന്നോ സിനിമയുടെ പേര് ഏതാണെന്നോ ഒന്നും നടി പുറം ലോകത്തെ അറിയിച്ചില്ല എങ്കിൽ പോലും അപ്പോൾ തനിക്ക് ഇത്തരം രീതിയിലുള്ള ദുരനുഭവം ഈ സിനിമാ ഫീൽഡിൽ നിന്നുണ്ടായെന്നുള്ളതും തൻ്റെ തന്നെ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അത് ഉപയോഗിച്ചതിന് ശേഷം നടന്മാരും നടിമാരും ഒക്കെ കാണിക്കുന്ന പേക്കൂത്തിനെ പറ്റി തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീക്കുണ്ടായ ആറ്റിറ്റ്യൂഡിന് പൊതുസമൂഹം അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഫിലിം ചേംബർ അസോസിയേഷനും അമ്മയ്ക്കും കൊടുത്ത പരാതിയുടെ പുറത്ത് ഇതുവരെയും ഈ രണ്ട് അസോസിയേഷനും ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതും ഈ മേഖലയിൽ ലഹരി ഉപയോഗിക്കുകയും അതേപോലെ തന്നെ സഹപ്രവർത്തകർക്ക് നേരെയുള്ള ലൈംഗികമായും മാനസികമായിട്ടുള്ള അതിക്രമങ്ങൾ എത്രയധികം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വലിയൊരു ശൃംഖലയാണ് ഈ മേഖല എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നടിക്ക് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന പ്രമുഖ നടന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം രീതിയിലുള്ള ദുരനുഭവം ഉണ്ടായത്. തനിക്ക് ലൈംഗികമായിട്ടുള്ളതും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പീഡയും ഈ നടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നടിയുടെ തുറന്നു പറച്ചിൽ വ്യക്തമായ കാര്യമാണ്. ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച് അമ്മയോ ഫിലിം ചേംബർ അസോസിയേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളോ നേരത്തെ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം വന്നപ്പോൾ അതിനെ കാട്ടുതീ പോലെ പടർത്തിയ, അല്ലെങ്കിൽ അതിന് ഏതാണ്ട് വലിയൊരു മാനം കൊടുത്ത ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോ ഈ വിഷയത്തിനകത്ത് മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ എല്ലാം ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹണി റോസിനെതിരെ ബോച്ചെ ഒരു പൊതുവേദിയിൽ വെച്ച് കുന്തി ദേവി എന്നുള്ള ഒരു പരാമർശം നടത്തി. അവരുടെ വസ്ത്രധാരണവും അവരുടേതായിട്ടുള്ള വരുത്തും പോക്കും ഒക്കെ പൊതുസമൂഹം ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റി പൊതുജനങ്ങൾക്ക് തന്നെ രണ്ട് അഭിപ്രായമാണുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും പൊതുവായൊരു ധാരണ എന്ന് പറയുന്നത് അവർ പൊതുജനങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പൊതുവേദികളിൽ എത്തുന്നത്. ഇത് ശരിയായൊരു നടപടിയായിട്ടല്ല പൊതുജനം ഇതിനെ വിമർശിച്ചത്. മറുവശം പറയുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ വസ്ത്രം ധരിച്ച് പൊതുവേദികളിൽ എത്താറുള്ള ഹണി റോസിനെതിരെ വിമർശനം നടത്തിയ ബോച്ചെ ഏതോ വലിയ ലൈംഗിക അപരാധം ചെയ്ത വ്യക്തിയാണെന്നുള്ള രീതിയിൽ അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ ഫെമിനിസ്റ്റുകളും ഒക്കെ അദ്ദേഹത്തെ വളഞ്ഞിട്ടടിച്ചു. ഹണി റോസ് അന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ച ബോച്ചയ്ക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു, അദ്ദേഹം 5-6 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ബോച്ചെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ആൾ ആയതുകൊണ്ടായിരിക്കാം അന്ന് ചെറിയൊരു പ്രശ്നം, ഒരു പദപ്രയോഗം വന്നപ്പോൾ തന്നെ ബോച്ചയെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും അദ്ദേഹം ഒരു വലിയ സ്ത്രീ ലംബടനാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ കരിവാരിക്ക് തേക്കുകയും ചെയ്തത്. എന്നാൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ഇതിലും വലിയ അതിക്രമം നിരന്തരമായി തൻ്റെ തന്നെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു യുവനടിക്കെതിരെ ചെയ്തപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും
ഫെമിനിസ്റ്റുകളും പ്രത്യേക സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവങ്ങളോ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ നേരിട്ടാൽ അതിനെ പരിഹരിക്കുവാനും അതിനെ നേരിടുവാനും വേണ്ടി രൂപവൽക്കരണം നൽകിയ WCC പോലുള്ള പ്രസ്ഥാനം പോലും ഇതിനകത്തൊന്നും മിണ്ടുന്നില്ല. അവരുടെയൊക്കെ വായിൽ എന്തൊക്കെയോ ആരൊക്കെയോ കുത്തിക്കയറ്റി വെച്ചേക്കാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തങ്ങൾക്ക് തന്നെ പ്രശ്നമാകുമെന്നുള്ള ചിന്തയാണോ ഇത്തരക്കാരെ കൊണ്ട് വാതുറപ്പിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പ് ഘോരഘോരമായി ബോച്ചയ്ക്കെതിരെ വർത്താനം പറഞ്ഞവരൊക്കെ ഇപ്പൊ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഇവരുടെ എല്ലാം ഇരട്ടത്താപ്പല്ലേ? തങ്ങളുടെ തന്നെ ഒരു പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ തങ്ങൾ വിഹരിക്കുന്നതായിട്ടുള്ള സിനിമാ ഫീൽഡിൽ നിന്നും ഒരു യുവനടിക്ക് അതേ ഫീൽഡിൽ നിന്നുള്ള ഒരു നടന്റെ ഭാഗത്തു നിന്ന് ലഹരി ഉപയോഗിച്ചതിന് ശേഷം വന്ന ഇത്തരം അതിക്രമത്തിനെതിരെ വാതുറക്കാനോ സിനിമാ മേഖലയിലുള്ള ഇത്തരം ലഹരി ഉപയോഗങ്ങൾ നിമിത്തമുള്ള പ്രതിസന്ധികൾ തുറന്നു കാട്ടുവാനോ ഇത്തരം രീതിയിലുള്ള സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വളരെ ലജ്ജാകരമായ കാര്യമാണ്. ഇതൊക്കെ ആർക്കോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണോ ഈ WCC എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം അതിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ CC പ്രവർത്തിക്കുകയും എന്നാൽ തങ്ങളുടെ മേഖലയിലുള്ള ഏതെങ്കിലും പാവം പിടിച്ച സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന യുവതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവരെ ഗൗനിക്കുകയോ അവരുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുവാനോ ഇത്തരം സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ലജ്ജാകരമായ കാര്യം. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടേതായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. നേരത്തെ ബോച്ചേന്റെ വിഷയം വന്നപ്പോൾ അതിനെ ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും കാട്ടുതീ പോലെ കത്തിച്ച ഇവിടുത്തെ മാധ്യമങ്ങൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന കഞ്ചനടിച്ചോ അല്ലെങ്കിൽ MDMA ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി മാധ്യമങ്ങളിൽ വന്നിരുന്ന് വെറിക്കൂത്ത് വർത്താനം പറയുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വെറിക്കൂത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിറങ്ങിയ ഈ നടനെതിരെ ഒരു വേർഡ് പോലും അവർക്ക് മോശമാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഇദ്ദേഹം തെറ്റായ നടപടിയാണെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ചുള്ള പ്രതികരണം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. കാരണം അരുൺ ആ ഒരു പ്രതികരണത്തിൽ അരുൺ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അരുൺ അതിനെ അങ്ങ് വിഴുങ്ങി. ലൈംഗിക അതിക്രമം എന്ന് പറയാൻ പോലും അരുണിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് തൻ്റെ ഇടമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എത്ര വലിയ ഇരട്ടത്താപ്പ് വച്ച് പുലർത്തുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ലൈംഗിക അതിക്രമം എന്ന് പറയാൻ വേണ്ടി വന്നത് ലൈയിൽ ഒതുക്കിക്കൊണ്ട് നടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്നുള്ള തലത്തിലേക്ക് അതിനെ ലഘൂകരിക്കാനാണ് ഈ ചാനലുകളൊക്കെ ശ്രമിച്ചത്. ഇത് ഒരു ചാനലിന്റെ മാത്രം കാര്യമാണ്. മറ്റ് പല ചാനലുകളും ഈ ഒരു വിഷയത്തിൽ വേണ്ടുന്ന വിധത്തിലല്ല പ്രതികരിക്കുന്നതുള്ളത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഇത്തരം സംസ്കാരം ഇത്തരം രീതിയിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും മാഫിയകളുമായിട്ടും അതേപോലെ സിനിമാ ഫീൽഡിലുള്ള ഇത്തരം രീതിയിലുള്ള വെറുക്കൂത്തുകളുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആണ്. ഈ പറയുന്ന സിനിമാ മേഖലയിലുള്ളവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും, അല്ലെങ്കിൽ അത് മുൻപോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത വിധമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഈ മാധ്യമങ്ങളൊക്കെ ഈ കാര്യത്തിനകത്ത് ഒരക്ഷരം കമ എന്ന് മിണ്ടുന്നില്ല. അഥവാ എന്തെങ്കിലും മിണ്ടിയാൽ പോലും വെള്ള പൂശുന്ന രീതിയിലുള്ള വർത്തമാനമാണ്. അപ്പോൾ നടിക്ക് എതിരെ ഒരു നീതിയും നടന് മറ്റൊരു നീതിയുമാണ് ഇവർ കൽപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബോച്ചയുടെ വിഷയത്തിലും ഹണി റോസിന്റെ വിഷയത്തിലും ഇതൊരു കാട്ടുതീ പോലെ കത്തിച്ച് അവർക്ക് റീച്ച് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തിയ മാധ്യമങ്ങൾ ഇത്തരം രീതിയിലുള്ള സിനിമാ മേഖലയിൽ ഒരേ മേഖലയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ലഘൂകരിക്കുന്ന രീതിയാണ് നടപടിയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നടന്റെ പേക്കൂത്തുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഹൈക്കാണ് ഈ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിഡ്ഢിത്തം വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകാൽ ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അവർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും ഒരു തരത്തിൽ നമ്മളുടെ നിയമ സംവിധാനങ്ങളും ഗവൺമെന്റും ഒക്കെ ലഹരിക്കെതിരെ പ്രതികരിക്കുമ്പോൾ സമൂഹവുമായിട്ട് ഏറ്റവും അധികം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ പലരും സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ മോഡലാക്കി വെച്ചുകൊണ്ട് അവർ എന്ത് വസ്ത്രം ധരിക്കുന്നു അത് ധരിക്കാൻ വേണ്ടിയിട്ടും അവർ ഏതൊക്കെ രീതിയിലുള്ള തമാശകൾ പറയുന്നു അത്തരം തമാശകളെ അനുകരിക്കാനും അവരുടെ പദപ്രയോഗങ്ങളെ കോപ്പി ചെയ്യുവാനും അവരുടെ ജീവിത ശൈലികളെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കോപ്പി ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിന് ഇത്തരം രീതിയിലുള്ള ലഹരി
അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള വെറുക്കൂത്തുകൾ കാണിച്ചാലും അതൊരു തരത്തിലുള്ള ട്രെൻഡ് ആണെന്നുള്ള വരുത്തി തീർക്കൽ ഈ മേഖലയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ എത്ര വലിയ രീതിയിൽ ഇത് ദോഷമായി ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുന്തിദേവി എന്നുള്ള പരാമർശത്തിൽ ബോച്ചയ്ക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവും നൽകിയ നമ്മുടെ ഈ സമൂഹവും അതേപോലെ നമ്മുടെ ഫെമിനിസ്റ്റുകളും പ്രത്യേക സിനിമാ മേഖലയിൽ നിന്നുള്ള നടീനടന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിവിട്ടത്. പക്ഷെ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയുള്ള രണ്ട് വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അതിനെതിരെ മൗനം പാലിക്കാൻ ഇപ്പോൾ എല്ലാവരും. ആർക്കും ഒന്നും പറയാനില്ല ഈ വിഷയത്തിൽ. അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നാളെ പ്രസ്താവനയായി വരികയും അത് തങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യമായിരിക്കും ഇവരെ കൊണ്ട് ഇങ്ങനെ മൗനം പാലിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒറ്റ ഒരെണ്ണത്തിന് തൻ്റെ ഇടമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനകത്ത് കുറെ ഉന്നതന്മാരുണ്ടല്ലോ, അമ്മ അച്ഛനെന്നൊക്കെ പറഞ്ഞ് പല സംഘടനകളും ഉണ്ടല്ലോ. ഈ സംഘടനകൾക്ക് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു പോകും. ഇത് ഈ പറയുന്ന കഞ്ചന്മാർക്കും അതേപോലെ തന്നെ MDMA ഉപയോഗിക്കുന്നവർക്കൊക്കെ മറ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. നേരത്തെ ഈ യുവനടി തന്നെ ഈ നടൻ ഏതാണെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഏത് സിനിമ ലൊക്കേഷൻ ആണെന്നോ ഏത് സിനിമയാണെന്നുള്ള കാര്യമൊന്നും പുറത്തുവിടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചില്ല. കാരണം അവർക്ക് പേടിയുണ്ട്. അവരിത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നോ ഇനി അവരുടെ കരിയറിനെ ബാധിക്കുമെന്നോ ഇത് അവരുടെ കരിയറിന്റെ ഒരു അവസാനമായി തീരുമെന്നൊക്കെ ഉള്ള ഒരു ഭയം ആ സ്ത്രീക്കുള്ളത് കൊണ്ട് അവർ ഇത് പുറത്തു പറഞ്ഞില്ല. പക്ഷെ ഈ ഫിലിം ചേംബർ അസോസിയേഷനിലെ ഏതോ വ്യക്തി ഇത് പുറം ലോകത്തിന് ചോർത്തി കൊടുത്തു, മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. അതിനി ഷൈന് ശിക്ഷിക്കാനാണോ വിൻസിയെ രക്ഷിക്കാനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തു തന്നെ ആയാലും ഈ മേഖലയിൽ ഇത്തരം രീതിയിലുള്ള ലഹരിയുടെയും മാഫിയകളുമായിട്ടുള്ള ബന്ധമൊക്കെ എത്ര ലിങ്ക്ഡ് ആയിട്ട് കിടക്കുകയാണെന്നുള്ളത് ഇവരുടെയൊക്കെ പേടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെയും സിനിമാ ഫീൽഡിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്നുള്ള കാര്യമൊക്കെ മാധ്യമങ്ങളിൽ ചിലർ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ അവരുടെ ആരും പേരോ അല്ലെങ്കിൽ ഏത് നടനാണോ നടിയാണോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ആരും അന്ന് തുനിഞ്ഞില്ല. അപ്പൊ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ മേഖല നിരന്തരമായി ഇത്തരം രീതിയിലുള്ള അരാജകത്വം നിറഞ്ഞ പ്രവൃത്തികളുടെ ഒരു കേളി കേന്ദ്രമാണ് എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ഈ നടിയോട് മാധ്യമങ്ങൾ ചോദിച്ച് നിങ്ങൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും, അവർ പറഞ്ഞു ഇല്ല, അവർക്ക് പേടിയാണ്, അവർ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. പിന്നെ ആരാണ് ഇതിനകത്ത് ആക്ഷൻ എടുക്കുക? ഇതിനകത്ത് നമ്മുടെ നിയമ സംവിധാനം തന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. ഈ നടന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയും പോലീസിന് സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം താമസിച്ച റൂമും അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനവും ഇതുമെല്ലാം പരിശോധന വിധേയമാക്കണമെന്നുള്ളതും ഈ നടനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ളതും ഇപ്പോൾ പോലീസ് സംവിധാനത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അദ്ദേഹത്തെ ഇതുവരെയും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഒളിവിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ലഹരി മാഫിയുടെയും അതേപോലെ സിനിമാ ഫീൽഡിലുള്ള ഇത്തരംകാരുടെയൊക്കെ ഒരു സംരക്ഷണ വലയത്തിലായിരിക്കാം അദ്ദേഹം ഉണ്ടാകുക എന്നുള്ളതാണ്. എല്ലാം ഒന്ന് തൂത്ത് മായ്ച്ചു കളഞ്ഞ് തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നശിപ്പിച്ചതിന് ശേഷം ഈ നടൻ തന്നെ പിന്നെയും രംഗത്ത് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. പിന്നെ ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം നവമാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയൊക്കെ കോക്കറി കുത്തി കാണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഭയമോ ഭയാശങ്കകളോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നാമ്പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയക്കാരായിട്ടും മറ്റ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഇത്തരക്കാർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ പിന്നിലൂടെയുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു അപകടം പിടിച്ചൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിഷയം വന്നപ്പോൾ ഒരു നിലപാടെടുക്കുകയും അതേപോലെ ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും തമ്മിലുള്ള ലൈംഗിക പ്രശ്നം വന്നപ്പോൾ മറ്റൊരു രീതിയിലുള്ള നിലപാടെടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഫെമിനിസ്റ്റുകൾ ഒറ്റ ഒരെണ്ണം വാതുറക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹത്തിന്റെ രണ്ട് നീതിയാണ് നമുക്കിതിലൂടെ വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നിലനിർത്തി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനവും ഇവിടുത്തെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർക്കശമായ നടപടി ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ലഹരിയും അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.